everyone, it's me Savita Jals from Puthurans. നമ്മൾ ഇന്ന് കാണുന്നത് സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സറിയോട് കൂടെയുള്ള ഒരു ബോർഡറിന്റെ റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ 159 റുപ്പീസ് പെർ മീറ്റർ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. കളക്ഷൻ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി അടുത്ത് വരുന്ന ഓണത്തിനൊക്കെ വെയർ ചെയ്യാവുന്ന ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ രണ്ട് സൈഡിലും ഒരു സെറി ബോർഡർ പോകുന്നുണ്ട്. ബോഡി പാർട്ടിനകത്തായിട്ട് പ്രിന്റ്, അതായത് ഡിജിറ്റൽ പ്രിന്റിലുള്ള ഡിസൈൻസ് ആണ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഈ സിമിലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. പക്ഷെ ഇതിനകത്ത് ഈ ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ട് ആ വീവിങ്ങിലുള്ള ഒരു ബൂട്ട പോകുന്നുണ്ട്. ഇതിനകത്ത് വീവിങ്ങിനുള്ള ബൂട്ട ഇല്ല. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഓണത്തിനൊക്കെ വെയർ ചെയ്യാവുന്ന ഒരു കളർ കോഡിലേക്കാണ് വരുന്നത്. പർപ്പിൾ കളറിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഗോൾഡ് സെറിയുടെ ചെറിയൊരു ബോർഡറും മറ്റേ സൈഡിൽ ഗോൾഡ് സെറിയുടെ വീതിയുള്ള ഒരു ബോർഡറും കൂടിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സാരിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താ പറയാ, വലിയ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യൂല. അപ്പോൾ ഈ ഓണത്തിനൊക്കെ വെയർ ചെയ്യാവുന്ന സ്കേർട്ട്, ടോപ്പ്, ചെറിയ ബ്ലൗസ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, സ്കേർട്ടും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫസ്റ്റ് വൺ ഒരു പർപ്പിൾ ടോണിലേക്കാണ് ഇതിന്റെ പ്രിന്റിന്റെ കളർ പോകുന്നത്. ഇനി നമ്മൾ ഈ സെയിം ഫാബ്രിക് തന്നെ ഈ പ്രിന്റിന്റെ കളറും പ്രിന്റുമാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഓരോന്നായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് കളറിനകത്തേക്ക് സെയിം ഫാബ്രിക് തന്നെ, സെയിം പ്രിന്റ് തന്നെ, ആ ഒരു പ്രിന്റിന്റെ കളറിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. റെഡ് കളറാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. സിൽക്കി ഫിനിഷിലുള്ള ഫാബ്രിക് ആണ്. വാഷ് ചെയ്യാം, ഹാൻഡ് വാഷ് ചെയ്യാവുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ പർപ്പിൾ തന്നെ. അപ്പൊ നമ്മൾ ആദ്യം കണ്ട പർപ്പിളിന്റെ പ്രിന്റ് അല്ല, പ്രിന്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ അത് തന്നെയാണോ ഇതെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. രണ്ടും രണ്ട് തരത്തിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഓരോ ഡിസൈൻസ് ആണ് ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിങ്ക് ആണ്. പിങ്ക് കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. അപ്പൊ ഒരുപാട് ചോയ്സ് ഉണ്ട് ഏത് കളർ എടുക്കേണ്ടതെന്ന് നോക്കി. എല്ലാ കളേഴ്സും നല്ലതാ. ഏത് കളറാണ് എടുക്കേണ്ടതെന്ന് നോക്കി എടുത്താൽ മതി. ഇത് എങ്ങനെയായിരിക്കും 159 റുപ്പീസ് പെർ മീറ്ററിലാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് പ്രിന്റ് പോകുന്നത്. ബേസ് എല്ലാം തന്നെ സെയിം കളറാണ് കേട്ടോ. ഒരു ക്രീമിന്റെ ഡാർക്ക് ടോൺ സിൽക്കി ഫിനിഷിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് മെഹന്തി യെല്ലോ ഷെയ്ഡിലേക്ക് അതിന്റെ പ്രിന്റ് പോകുന്നത്. ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. എല്ലാത്തിന്റെയും ക്ലോസ് വ്യൂയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫാബ്രിക്കിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 159 റുപ്പീസ് പെർ മീറ്ററിലാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060222 കോൺടാക്ട് ചെയ്യണേ. നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.